മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം അതേ നല്ല വെയിലാണ് കേട്ടോ. പക്ഷേ ഈ വെയിലിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എപ്പോഴാണ് മഴ പെയ്യാന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ പോയി ആ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അല്ലും മാത്രമായി. അപ്പോൾ ഞങ്ങളിതേ ചോറിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ ചുടുവെള്ളത്തിൽ നല്ല രീതിയിൽ അരി കഴുകി, പിന്നെയാണ് കേട്ടോ പച്ചവെള്ളത്തിൽ കഴുകിയത്. പിന്നെ അതേ ഗ്യാസുമ്മൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കാറുണ്ട് കേട്ടോ. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അതിൽ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതേ മാവേലിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ മാവേലിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അമ്മ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്നും ഓരോ പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെക്കാൻ കേട്ടോ. പൊടിയൊക്കെ തട്ടി തുടച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഞാനൊക്കെ കുറേശ്ശെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കറുത്ത ജന്തു ഉണ്ടല്ലോ, ഒരു ചെള്ളെന്ന് പറയുന്നത്, അത് പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇനി അത് കഴിയുമ്പോൾ വേറെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ബിരിയാണി അരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ മക്കളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു തട്ടിക്കൂട്ടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി. പിന്നെ വെളിച്ചെണ്ണയും ഉഴുന്നും ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ടിന്നൊഴിഞ്ഞിട്ട് അതിൽ ആക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കറിക്കുള്ളത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും എല്ലാം മാത്രമേ ഉള്ളൂ. മക്കളുള്ള ദിവസമാണെങ്കിൽ എന്തെങ്കിലും അവർക്ക് സ്പെഷ്യലായിട്ട് അവർക്ക് പറ്റുന്നത് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ മത്തനൊന്നും അവർക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മത്തൻ താളിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തൻ താളിക്കുന്നത്. പിന്നെ അല്ലൂനും വലിയ ഇഷ്ടക്കേടൊന്നുമില്ല ഞാൻ കൊടുക്കുന്നത്, അവനും കഴിക്കും. അപ്പോൾ ഞാൻ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചെറിയുള്ളി, ചുവന്ന മുളക്, പിന്നെ കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തു. പിന്നെ അതിലേക്ക് മത്തനിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടോ. പിന്നെ ഉപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു കറിക്കൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ തേങ്ങ ചേർക്കാറുള്ളത്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി, ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ ആ തേങ്ങയുടെ പച്ചച്ചോയ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു പച്ചക്കടി ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അതിലുള്ള ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റ് ആവും കേട്ടോ. പിന്നെ അതേ അപ്പം തന്നെ ഞാൻ നമ്മുടെ കടുകൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ തുടച്ചെടുക്കുകയാണ്. പിന്നെ കറി വെച്ച പാത്രം അപ്പം തന്നെ കൈയോടെ കഴുകിട്ടോ. അപ്പോഴേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എപ്പോഴാണ് മഴ പെയ്യുക പറയാൻ പറ്റില്ല എന്ന്. അപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാനും അല്ലും കൂടെ ചോറുണ്ടായിരിക്കുകയാണ് കേട്ടോ. ഞാൻ അല്ലുവിന് വാരി കൊടുക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും കുത്തേരിച്ചോറാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതേ നമ്മുടെ കുത്തേരിച്ചോറുണ്ട്, പിന്നെ മത്തൻ താളിപ്പുണ്ട്, പിന്നെ ഞാൻ തൈര് സവോളയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അല്ലുവിന് കൊടുക്കുന്നതുകൊണ്ട് എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതേ മാങ്ങച്ചാറ് ഏകദേശം കുപ്പി കഴിയാറായി. അപ്പോൾ ഇതേ അതൊക്കെ കൂട്ടിയിട്ട് ഞാനും അല്ലും കൂടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഹൈഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർട്ടൂൺ അഡിക്റ്റാണ് കേട്ടോ. അപ്പോൾ അല്ലു എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഇപ്പോൾ അത് കാണണം. പിന്നെ അതേ ഏകദേശം വയറൊക്കെ നിറഞ്ഞപ്പം ആളുടെ പണി തുടങ്ങി. എന്നെ കഴിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒറ്റയ്ക്ക് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക.